ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു എഗ് മസാല ബോക്സ് ആണ്. ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഈസിയുമാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിലേക്ക് ഞാനിവിടെ 3 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ഇനി നന്നായിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ബോയിൽ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മുട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണയൊക്കെ മതിയാവും. അത് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒനിയൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ അധികം വലിപ്പമൊന്നും ഇല്ലാത്ത 4 ഒനിയനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടത് ഗ്രീൻ ചില്ലിയാണ്. ഞാൻ 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇവിടെ ഞാൻ ഒനിയൻ ആണെങ്കിൽ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നൈസാക്കി അരിഞ്ഞെടുക്കണം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒനിയൻ്റെ കളർ ചേഞ്ച് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഓനിയൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല നമുക്കിത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടർമറിക് പൗഡറാണ്. അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ, ഞാനിവിടെ 1/2 ടീസ്പൂൺ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഗരം മസാല പൗഡറാണ്. ഗരം മസാല നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇപ്പോൾ കുരുമുളക് പൊടി ആയാലും മുളക് പൊടി ആയാലും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മതിയാവും. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മൈദയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം ചേർത്ത് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാൻ ഈ രീതിയിലല്ലാതെ വേറെ രീതിയിൽ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് വന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് ക്രീപ്സ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ രീതിയും കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന അതുപോലെ ചെയ്ത് നോക്കുക. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്കിവിടെ ആവശ്യം. ഇതാ ഈ രീതിയിൽ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ മൈദയും 1 മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എഗ്ഗും സോൾട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മൈദ കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും തരിയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് നൈസായിട്ടുള്ള ഒരു ക്രീപ്സാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. ഞാൻ സെക്കൻഡ് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പൊട്ടിപ്പോവാതെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിത് കുറച്ച് ഈസി മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് നേരം ഒന്ന് നമ്മൾ അടുപ്പിൽ വെച്ചാൽ മതി. അധികം തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം
സൈഡിൽ നിന്നെല്ലാം ഇത് വിട്ട് വരും. അത് കഴിയുമ്പോൾ നമുക്കിനി വേവേണ്ട ആവശ്യമില്ല. നമ്മളിത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ക്രീപ്സ്. അതുകൊണ്ട് നമുക്കിത് അധികം വേവേണ്ട ആവശ്യമില്ല. നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് വെന്ത് കിട്ടാൽ മതി. നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ചെറിയ ബൗളിൽ കുറച്ച് മൈദ, 1 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം നമുക്ക്. നമ്മളിത് ബോക്സാക്കി എടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഒരു നല്ല ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിൽ മാത്രം നമ്മളിത് എടുത്താൽ മതി. ഈ രീതിയിലൊന്ന് ആക്കി വയ്ക്കുക. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ക്രീപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ മിഡിൽ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരുന്ന മസാല കുറച്ച് വയ്ക്കുക. ആവശ്യത്തിന് മസാല വയ്ക്കുക. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നമ്മുടെ എഗ്ഗാണ് പ്ലേസ് ചെയ്യുന്നത്. അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു ബോക്സിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സൈഡും ഞാനിതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മടക്കി വയ്ക്കുക. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അതൊന്ന് ജസ്റ്റ് ആ 2 സൈഡിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടിത് പിന്നെ ഇങ്ങനെ അടർന്ന് പോവാതെ നമുക്ക് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് അവിടെ വെക്കാൻ പറ്റും. ഈ രീതിയിലൊന്ന് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡ് നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം. അപ്പോൾ ഇതുണ്ട് നല്ല ഷേപ്പിലുള്ള ഒരു ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ മസാലയുണ്ട്, അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ഒരു പീസും ഉണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലതിൽ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊരു ഹോള് പോലെ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മൈദയുടെ, അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബോക്സ് നമുക്ക് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നമ്മൾ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഡീപ് ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ടായി കഴിയുമ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടമാവും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബോക്സസും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യുക. അതുപോലെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.